we are going to discuss about the topic elasticity. അപ്പോൾ elasticity എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, എ ബോഡി ഈസ് സെഡ് ടു ബി റിജിഡ്. എ ബോഡി ഈസ് സെഡ് ടു ബി റിജിഡ് എപ്പോഴാണ്? ഇഫ് ഇറ്റ്സ് relative position of its constituents remains unchanged. അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂഷ്വലി സോളിഡ്സ്. അങ്ങനെയല്ലേ പറയുന്നത്? സോ എ ബോഡി ഈസ് സെഡ് ടു ബി റിജിഡ്. എപ്പോഴാണ് ഒരു ബോഡി റിജിഡ് എന്ന് പറയുന്നത്? വെൻ ദ റിലേറ്റീവ് പൊസിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ആ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ദിസ് ഈസ് എ ടോയ് കാർ ആൻഡ് ദി ടോയ് കാർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി പാർട്ടിക്കിൾസ്. അല്ലെങ്കിൽ ഇതൊരു സോളിഡാണ്. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനൊക്കെ അതിൻ്റേതായ പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസ് ഇറ്റ് ഈസ് റിമൈനിങ് അൺചേഞ്ച്ഡ്. ദിസ് ഈസ് റിജിഡ്. അല്ലേ? ഇതൊരു റിജിഡ് ബോഡിയാണ്. അതിന് ടയറുണ്ട്, ബട്ട് ദാറ്റ് ടയർ ഈസ് അറ്റാച്ച്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിജിഡ് ബോഡിയാണ്. അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. സച്ച് പാർട്ടിക്കിൾസ് ആർ യൂഷ്വലി വി കോൾ ഇറ്റ് ആസ് സോളിഡ്സ്. ഈ സോളിഡ്സിന് പ്രത്യേകതയുണ്ട്. എന്താണ്? ഇറ്റ് ഹാവ് certain വോളിയം ആൻഡ് ഇറ്റ് ഹാസ് എ certain ഷേപ്പ്. അല്ലേ? അതിനൊരു certain വോളിയം ഉണ്ട്, അതിനൊരു certain ഷേപ്പ് ഉണ്ട്. സീ ദിസ് എക്സാമ്പിൾ ഓഫ് കാർ ഇറ്റ് സെൽഫ്. സീ ദിസ് കാർ, ദിസ് ഈസ് ഹാവിങ് എ certain ഷേപ്പ്. ഇതിനൊരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു പെർട്ടിക്കുലർ ഷേപ്പിനെ കാർ എന്ന് പറയുന്നത്. ഇതിന് ഇറ്റ് ഈസ് ഹാവിങ് എ പെർട്ടിക്കുലർ വോളിയം ഓൾസോ. സോ എ റിജിഡ് ബോഡി ഓർ എ സോളിഡ് എന്ന് പറയുന്നത് തന്നെ the relative positions of its constituents will remain unchanged. അല്ലേ? അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. അതിനെയാണ് നമ്മളൊരു റിജിഡ് ബോഡി എന്നോ അല്ലെങ്കിൽ ഒരു സോളിഡ് എന്നോ പറയുന്നത്. അല്ലേ? ഇനി നമുക്കറിയാം, ഇൻ യൂണിവേഴ്സ് ദർ ഇസ് നോ ബോഡി വിച്ച് ഈസ് പെർട്ടിക്കുലർലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഒരു റിജിഡ് ബോഡി എന്നോ ഒരു റിജിഡ് ബോഡി എന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദാറ്റ് ഈസ് ഇൻ ജനറൽ ദർ ഇസ് നോ ബോഡി വിച്ച് ഈസ് പെർഫെക്റ്റ്ലി റിജിഡ്. കാര്യം എല്ലാ ബോഡിയെയും നമുക്ക് ഡീഫോം ചെയ്യാൻ പറ്റും. എന്താണ്? സി ദിസ് ബോഡി ഈസ് ഹാവിങ് എ ഷേപ്പ് ഓർ ഇറ്റ് ഈസ് ഓഫ് വൺ ഷേപ്പ്, ഇറ്റ് ഈസ് ഹാവിങ് എ പെർട്ടിക്കുലർ ഫോം. അല്ലേ? ഇതിനൊരു പെർട്ടിക്കുലർ ഫോം ഉണ്ട്. ഈ ബോഡി, സി ദിസ് ഈസ് എ സെലോ ടൈപ്പ് ആൻഡ് ദിസ് ഈസ് ഹാവിങ് എ പെർട്ടിക്കുലർ ഫോം. എനിക്ക് വേണമെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ സി ഇറ്റ്സ് ഷേപ്പ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ എന്താണ്? നേരത്തെ കണ്ട ഷേപ്പാണോ? അല്ല. സോ ഇറ്റ്സ് ഷേപ്പ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ എന്താണ്? ദിസ് ഈസ് എ സോളിഡ് ആൻഡ് ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി എന്നാണ് പറഞ്ഞത്. ലേറ്റർ ഐ ആം സെയിങ് ദാറ്റ് വെൻ ഐ ആം ഗോയിങ് ടു അപ്ലൈ എ ഫോഴ്സ്, വാട്ട് ഹാപ്പൻഡ്? its shape changed. That means the form is changed, or we can say the body has got deformed. അല്ലേ? ബോഡിക്ക് നമ്മളൊരു when you applied a force on a particular body which you considered it as a rigid അല്ലെങ്കിൽ ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു റിജിഡ് എന്ന് കൺസിഡർ ചെയ്ത ഒരു ബോഡിയിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറ്റി? ആ ബോഡിയുടെ ഷേപ്പിനൊരു മാറ്റം വന്നു. അല്ലേ? ആ ഷേപ്പിനൊരു മാറ്റം വന്നു. ദാറ്റ് മീൻസ് ദാറ്റ് വെൻ യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ദ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസ്, സി അസ്യൂം ദാറ്റ് ദീസ് ആർ ദി മോളിക്യൂൾസ് ദാറ്റ് ആർ ഫോമിങ് ദാറ്റ് സോളിഡ്. ഈ മോളിക്യൂൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്താണ്. ഇങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ടാണ്, ദേ ആർ ടച്ചിങ് ഈച്ച് അതർ. അല്ലേ? ഇങ്ങനെ ഉള്ള ഫോഴ്സസ്, ഇങ്ങനെയുള്ള മോളിക്യൂൾസ് അറേഞ്ച് ചെയ്താണ് നമുക്കൊരു റിജിഡ് ബോഡി ഉണ്ടായിരിക്കുന്നതെന്ന് ആലോചിക്കും. സോ ദർ ഇസ് എ ഫോഴ്സ് ആക്ടിങ് ലൈക്ക് ദിസ്. എല്ലായിടത്തേക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അല്ലേ? ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഈച്ച് എമംഗ് ദ ബോഡീസ്, എമംഗ് ദ മോളിക്യൂൾസ്. വാട്ട് ഹാപ്പൻസ്? വെൻ യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ്, the
മോളിക്യൂൾസ് തമ്മിലുള്ളത്. ദ ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ്, ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്ത് പറ്റും? ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ചേഞ്ചസ്. ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ചേഞ്ചസ്, ആ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. ഇറ്റ് ക്യാൻ ഐദർ എക്സ്പാൻഡ് ഓർ ഐദർ ഇറ്റ് ക്യാൻ കംപ്രസ്. So we have to say that when you are applying a force, there is a deforming force. അല്ലെങ്കിൽ അവിടെ എന്തുണ്ടായി? There is a deformation occurred to that particular rigid body or a solid. Or we can say the material has come under strain. എന്നും നമുക്ക് പറയാം അല്ലേ? അപ്പം നമ്മൾ എലാസ്റ്റിസിറ്റി എന്തോന്നാണ് നമ്മൾ പറഞ്ഞത്? there are certain bodies which we say they are solid അല്ലെങ്കിൽ റിജിഡ് എന്ന് പറയും അല്ലേ? റിജിഡ് എന്ന് പറയാൻ കാര്യം അവരെ ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് എന്ന് പറയണത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ ഇരിക്കുകയാണ്. ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ, ആ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാതെ ഇരിക്കുകയാണ്. ഇഫ് യു ആർ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, വാട്ട് ഹാപ്പൻസ്? ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആസ് വി ടോൾഡ്, ദിസ് വിൽ ബി ചേഞ്ചിങ്. കാര്യം ഓരോ മോളിക്യൂൾസും അടുത്ത മോളിക്യൂൾസ് തമ്മിൽ, അതിനെയാണ് നമ്മൾ ഇൻ്റർമോളിക്കുലാർ എന്ന് പറയുന്നത്. ഫോഴ്സസ് സ്റ്റാർട്ട്സ് ആക്ടിങ് ബിറ്റ്വീൻ ദീസ് ഇൻ്റർമോളിക്യൂൾസ് അല്ലേ? ഇങ്ങനെ ഫോഴ്സസ് എല്ലാ സൈഡിൽ നിന്നും ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പം ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് മാറ്റം വരും. സോ ദ ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസസ് സ്റ്റാർട്ട്സ് ചേഞ്ചിങ് ആൻഡ് ദ ബോഡി ഹാസ് ഡീഫോംഡ്. ആദ്യത്തെ ഷേപ്പിൽ നിന്നും വേറൊരു ഷേപ്പിൽ വന്നു, അല്ലെങ്കിൽ ബോഡിക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടായി. എപ്പോഴാണ് സ്ട്രെയിൻ ഉണ്ടായത്? വെൻ യു ഹാവ് ഗിവൺ എ ഫോഴ്സ് അല്ലേ? വെൻ യു ഹാവ് അപ്ലൈഡ് എ ഫോഴ്സ് the body got strained or there is happened a deformation. അപ്പോൾ ചില സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുകയാണ്, I have taken a cello tape like this and it was a rigid body, I have given like this അല്ലേ? ഞാൻ ഈ ഫോഴ്സ് മാറ്റുമ്പോൾ ഇത് തിരിച്ചു വരുന്നുണ്ടോ? അതിനെക്കാട്ടി മെയിൻലി വേറൊരു നല്ലൊരു എക്സാമ്പിളാണ് നമ്മളുടെ you are having a rubber band. Okay, the rubber band is round in shape. Now I am going to apply a force to this rubber band. See what happens? It is stretched, അല്ലെങ്കിൽ അത് ഡീഫോംഡ് ആയി അല്ലേ? എന്നിട്ട് അത് അതിൻ്റെ പഴയ ഷേപ്പിൽ തിരിച്ചെത്തിയോ? ഓൾമോസ്റ്റ് 90% is come back. It came back or it returned to its original position. But sometimes what happens? ഞാൻ അത് ഇങ്ങനെ വച്ചു, ഈ ബോഡി ഒരു സർക്കുലർ ബോഡി ആയിരുന്നു, ഞാൻ അതിനെ ഡീഫോം ചെയ്തു, ഡീഫോമേഷൻ ഫോഴ്സ് മാറ്റിയപ്പോൾ തിരിച്ച് വന്നു അതിൻ്റെ ഷേപ്പിൽ? ഇല്ല. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് റിജിഡ് ബോഡി ആൻഡ് ദിസ് ഈസ് ടൈപ്പ് ഓഫ് എ റിജിഡ് ബോഡി ആൻഡ് ഐ അപ്ലൈഡ് ഫോഴ്സ് ടു ബോത്ത് ഓഫ് ദം. വാട്ട് ഹാപ്പൻഡ്? ഇൻ ദ കേസ് ഓഫ് റബ്ബർ ബാൻഡ് 90% ഓഫ് ദ ബോഡി കെയിം ബാക്ക്, റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. whereas in the case of cello tape it has not returned to its ഒറിജിനൽ പൊസിഷൻ. ഒരു കുറേ ചിലപ്പോൾ മേ ബി ആഫ്റ്റർ 1 hour or 2 hours ഇറ്റ് മേ റിട്ടേൺ ടു ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 30% അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ വന്നെന്നിരിക്കും. ഇങ്ങനെയുള്ള ബോഡീസിനെയാണ് നമ്മൾ എലാസ്റ്റിക് ബോഡീസും പ്ലാസ്റ്റിക് ബോഡീസെന്നും പറയുന്നത്. എന്തൊക്കെ പറയും? വി ക്യാൻ സേ ഇറ്റ് ആസ് ഇലാസ്റ്റിക് ബോഡീസ് ആൻഡ് പ്ലാസ്റ്റിക് bodies. അപ്പോൾ പ്ലാസ്റ്റിക് ബോഡീസ് എന്ന് പറഞ്ഞാൽ when you are applying a force to a body, what happens? Some amount of force is developed inside the body. That is called as restoring force. റീസ്റ്റോറിംഗ് ആണ്, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും അല്ലേ? ആ റീസ്റ്റോറിങ് ഫോഴ്സിനെ കാട്ടി കൂടുതൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ബോഡി എന്തായിട്ട് മാറുന്നത്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡീഫോംഡ് അല്ലേ? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡീഫോംഡ് എന്ന് നമ്മൾ പറയുന്നു. ഓർ ഡീഫോമേഷൻ ഹാസ് ഒക്കേർഡ് ഓർ ദ ബോഡി ഹാസ് ഗോട്ട് ഡീഫോംഡ് എന്ന് പറയുന്നു. അപ്പോൾ ദർ ഇസ് എ റെസ്റ്റോറിംഗ് ഫോഴ്സ് ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇൻസൈഡ് ദ ബോഡി. നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പം ആ ബോഡിയിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ദർ ഇസ് എ റെസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലേ? ആൻഡ് ആ റെസ്റ്റോറിംഗ് ഫോഴ്സും ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ബോഡി വിൽ ട്രൈ ടു ക്രിയേറ്റ് എ ഫോഴ്സ് വിത്തിൻ ദ മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സും ഉണ്ടാവും.
അത് കഴിഞ്ഞ് എന്ത് പറ്റും, ഇതിനെക്കാട്ടി കൂടുതലൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ഡീഫോർമേഷൻ ഉണ്ടാവുന്നത്. അവിടെ എന്തുണ്ടായി, അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ this developed restoring force and the deformation, bodies can be classified into two types. They are elastic bodies and plastic bodies. ഇതിന് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസ്റ്റോറിങ് ഫോഴ്സ്, restoring force developed within the material and the deformation force. ഈ രണ്ട് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മോളിക്യൂൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ബോഡീസ് ആൻഡ് പ്ലാസ്റ്റിക് ബോഡീസ് അല്ലേ. ഇലാസ്റ്റിക് ബോഡീസിൻ്റെ എക്സാമ്പിൾ മെയിൻ ഫേമസ് എക്സാമ്പിൾ ഈസ് അവർ കോട്സ് ഫൈബർ. ആൻഡ് പ്ലാസ്റ്റിക് ബോഡീസ് എന്ന് പറയുന്നത് പുട്ടി. ഓക്കെ, ഇതാണ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. സോ സി, ഇൻ നേച്ചർ എവറി ബോഡി ഈസ് പ്ലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക്, ആൻഡ് ഓൾസോ നോ ബോഡി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഓർ നോ ബോഡി ഈസ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ലോ എന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മൾ പറയുന്ന റിസ്റ്റോറിങ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ദ ബോഡി ഈസ് ഇലാസ്റ്റിക്. വെൻ ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് മോർ, റീസ്റ്റോറിങ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ അതിന് ഇലാസ്റ്റിക് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? ആ ഡീഫോർമേഷൻ ഫോഴ്സ് നമ്മൾ മാറ്റുമ്പോൾ, വെൻ യു റിമൂവ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഡീഫോമിങ് ദ ബോഡി, അത് നമ്മൾ മാറ്റുമ്പോൾ ദ ബോഡി വിൽ ട്രൈ ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയുന്നത്. സോ വെൻ യു ആർ അപ്ലൈയിങ് ദിസ് അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ എന്തുമായിട്ട് പറയുന്നത്? വി കോൾ ബൈ ദ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് സ്ട്രെസ്. നമ്മൾ എന്തോന്ന് പറയും? വി കോൾ ബൈ ദ ക്വാണ്ടിറ്റി ആസ് സ്ട്രെസ്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഷേപ്പിലോ സൈസിലോ ആണ് പറയുന്നത്. ആൻഡ് ദിസ് എങ്ങനെയാണ് ഒരു ഡീഫോർമേഷൻ ഉണ്ടാവുന്നത്? ആസ് എ റിസൾട്ട് ഓഫ്, ഈ ഡീഫോർമേഷൻ ഉണ്ടാവുന്ന എങ്ങനെയാണ്? ആസ് എ റിസൾട്ട് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ദ ബോഡീസ് ഓർ കപ്പിൾസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ വരും അല്ലേ. സോ ഡീഫോർമേഷൻ ഷേപ്പ് ഓർ സൈസ് ഓഫ് എ ബോഡി ഈസ് എ റിസൾട്ട് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, ഓർ അതിനെയാണ് നമ്മൾ കപ്പിൾസ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം, ദ കപ്പിൾസ് അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, നൗ വി ഹാവ് കം ടു എ ന്യൂ ടേം ദാറ്റ് ഈസ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തപ്പോൾ അവിടെ എന്ത് വന്നു? അവിടെ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ പറയുന്നത് ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൊടുക്കുമ്പോഴാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം സ്ട്രെസ്. അപ്പം സോ വെൻ യു ആർ അപ്ലൈയിങ് ഇൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ഇൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ ബോഡി, there will be some relative displacements. Relative displacements എന്ന് പറയാൻ കാര്യം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദിസ് ബോഡി ഈസ് മൂവിങ് അല്ലേ. ഈ പാർട്ടിക്കിൾ, ഈ മോളിക്യൂളിനെ വച്ച് കമ്പയർ ചെയ്യുമ്പം ദിസ് ഈസ് മൂവിങ്. സോ റിലേറ്റീവ് ടു ദിസ്, ഇതിനെ റിലേറ്റ് ചെയ്യുമ്പം ദിസ് മോളിക്യൂൾ ഈസ് മൂവിങ് ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഫോഴ്സ്. അതിനൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അപ്പോഴാണ് ബോഡി ഡീഫോം ചെയ്യുന്നത്. ഈ ഡീഫോർമേഷനിൽ ബോഡി തന്നെ ഇറ്റ് വിൽ ഓഫർ എ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പം സം ഇൻറ്റേർണൽ ഫോഴ്സസ് വിൽ ബി ഡെവലപ്ഡ് ഇൻസൈഡ് ദ ബോഡി. ഇൻറ്റേർണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡിഫോമിംഗ് ഫോഴ്സസ്. ഓപ്പോസിറ്റ് ടു ദ ഡിഫോമിംഗ് ഫോഴ്സസ്. ഇത് ഏതാണ്? ദ ഇൻറ്റേർണൽ ഫോഴ്സസ് ഡെവലപ്ഡ്, ഇൻറ്റേർണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്തത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡിഫോമിംഗ് ഫോഴ്സും ആയിരിക്കും. അപ്പോഴാണ് വി സേ ദാറ്റ് ആൻ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ആൻ ഇക്വിലിബ്രിയം ഈസ് ഫോംഡ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്നത്. This internal reaction അല്ലെങ്കിൽ the forces of internal reaction, it will tend
to restore the body to its original form. അതിൻ്റെ റബ്ബർ ബാൻഡ് പറഞ്ഞതുപോലെ ഇറ്റ് വിൽ ട്രൈ. സി ദിസ് ഈസ് ഞാൻ ഇതൊരു ബോഡിയാണ്, ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്? ഐ എം ഗോയിങ് ടു അപ്ലൈ എ ഫോഴ്സ്. അപ്പോൾ സി ദ ബോഡി ഹാസ് ചേഞ്ച്, ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഹാസ് ഹാപ്പൻഡ്. ഞാൻ ഈ അപ്പം ഇതിനൊരു റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട് അല്ലേ, എലാസ്റ്റിസിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ അതിന് റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. ഞാൻ ഈ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് വിട്ടപ്പോൾ എന്ത് പറ്റി? ഇറ്റ് ഹാസ് കെയിം ബാക്ക് ഓർ റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ. ഇറ്റ് ഹാസ് റിക്കവേർഡ് ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ്. ഈ റിക്കവേർഡ്, അതായത് ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം ഇത് ബോഡിക്കകത്ത് തന്നെ ഉണ്ടായതല്ലേ, ഞാനങ്ങ് വിട്ടെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഒറിജിനലി തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്തില്ലല്ലോ. ഐ ഹാവ് ജസ്റ്റ് റിമൂവ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഇതിൽ ഡെവലപ്പ് ചെയ്തു. അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ്, അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം സ്ട്രെസ് ഈസ് ആക്ച്വലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റീസ്റ്റോറിങ് ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് deforming അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഓഫ്, ആക്ച്വലി ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് deforming ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ഇനി ഞാൻ പറയുകയാണ്, സി ഐ ആം ഹാവിങ്, ഞാൻ ഇതൊരു പെർട്ടിക്കുലർ ലിമിറ്റിനെക്കാട്ടി കൂടുതൽ ഇഫ് ഐ ആം ഡിഫോമിങ്, സംടൈംസ് ഇറ്റ് മേ ബ്രേക്ക് അല്ലേ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് മേ നോട്ട് കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അപ്പം അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് പോയിൻ്റ് വി യൂഷ്വലി സേ ഇറ്റ് ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. വി കോൾ ഇറ്റ് ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പം നമ്മൾ സ്ട്രെസ് എന്തെന്നാണ് നമ്മൾ പറയുന്നത്? സ്ട്രെസ് വി ക്യാൻ സേ ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ, acting on unit area within the elastic limit. That is what we call stress, or stress is equal to F by A. ഇനി ഞാൻ ഈ സ്ട്രെസ്സ് ഞാൻ നോർമലായിട്ട് ആക്ട് ചെയ്യാൻ, ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസിനാണ് ഞാൻ ആക്ട് ചെയ്തത്. ദാറ്റ് ഈസ് നോൺ ആസ് നോർമൽ സ്ട്രെസ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ നോർമൽ സ്ട്രെസ്. That is what we call normal stress. എന്താണ്? Stress is normal to the surface. Stress is normal to the surface. അതിനെയാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. So the stress is always normal. In the case of change in length, നമ്മളിപ്പോൾ ഒരു ലെങ്ത് അല്ലേ നമ്മൾ ആ റബ്ബർ ബാൻഡിന് എടുത്തത്, or in the case of change in volume. ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്തും പറയാം, and also change in volume. Okay, change in length പറയാം, change in volume പറയാം. See, normal stress is of two types, that is compressive and also expansive. So the normal stress is of two types. എന്തൊക്കെയാണ്? കംപ്രസീവും ഉണ്ട്, എക്സ്പാൻസീവും ഉണ്ട്. ദാറ്റ് ഈസ് ടെൻസൈൽ. That is according to increase in volume or decrease in volume. ഈ സ്ട്രെസ്സ് ടാൻജൻഷ്യലും ആവും. ടാൻജൻഷ്യൽ ആവുമ്പോഴാണ് നമ്മളതിന് ഷിയറിങ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, ഷിയറിങ് സ്ട്രെസ്, ടാൻജൻഷ്യൽ, ദാറ്റ് വിൽ ഡിസ്കസ്. ആൻഡ് ഇഫ് ദ ഫോഴ്സ്, ഈ ഷിയറിങ് സ്ട്രെസ്സിൽ വരുന്നത് ഒരു ആംഗിളാണ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, and an angle is developed that we'll discuss in detail. Now we'll just see what is the, നമ്മൾ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് ഓൾസോ m(l)(-1 t(-2). So in this video we have discussed about elasticity topic. We told about elastic. We started with a solid, that is a rigid molecule, where the constituent particles remain fixed as a permanent position. When you are applying a force, the intermolecular distance changes. So there is a force that is developing within the body. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് ഈസ് ഡെവലപ്ഡ്, ഓർ റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡെവലപ്ഡ്. കുറച്ച് കഴിയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് വെൻ ദർ ഇസ് മോർ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ്, ദ ബോഡി ഗെറ്റ്സ് ഡീഫോംഡ്. അതിൻ്റെ ഫോം, അതിൻ്റെ ഷേപ്പ് ഓർ വോളിയം ക്യാൻ ചേഞ്ച്.
Sometimes it may happen that the shape and change may return to its original position. അതിനെ നമ്മൾ ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയും. എക്സാമ്പിൾ കോട്ട്സ്. Sometimes it may not return back, that is known as plastic. For example, പുട്ടി. If you are taking some wheat flour, ഗോതമ്പ് മാവ്, നമ്മൾ കുഴച്ച് വെച്ചാൽ അതിൻ്റെ ഷേപ്പ് തിരിച്ച് മാറി വരുമോ? ഇല്ല. സോ സച്ച് റബ്ബർ ബാൻഡിൻ്റെ കാര്യം, ഇറ്റ് മേ റിട്ടേൺ അറ്റ്ലീസ്റ്റ് ഫോർ 95% ഓർ 99% ഇറ്റ് മേ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, ഒരു വിത്തിൻ ദ എലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ. അപ്പോൾ ഈ റെസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡീഫോമിങ് ഫോഴ്സ് എന്ന് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രെസ് സർഫസിൻ്റെ നോർമലാണ് ആക്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് നോർമൽ സ്ട്രെസ്, വിച്ച് ക്യാൻ ബി കംപ്രസീവ് ഓർ എക്സ്പാൻസീവ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് വോളിയം. സ്ട്രെസ് ഈസ് ഓഫ് ടാൻജൻഷ്യൽ സ്ട്രെസ് ഉണ്ട്. എവറിത്തിങ് വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻസ്. താങ്ക് യു.